മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു ഉമ്മയെ സംബന്ധിച്ച്, വാപ്പയെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന പ്രതിഫലം ആണ് ആദ്യം പറയുന്നത്. എന്താ? അള്ളാഹുവിനെ കണ്ണുകൊണ്ട് സദാസമയം കാണാനുള്ള അവസരം സ്വർഗത്തിൽ കിട്ടുക. മാത്രമല്ല ഖുർബത്തുൻ ഇലല്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിലേക്കുള്ള ഖുർബത്ത്, അടുപ്പം ഈ ദുന്യാവിൽ തന്നെ അള്ളാഹ് കൊടുക്കുമെന്നാണ്. ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടുപ്പം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ രക്ഷപ്പെട്ടില്ലേ. അവൻ്റെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുന്നു. അവൻ്റെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അള്ളാഹു മാറ്റുന്നു. അവൻ്റെ രോഗങ്ങൾ മാറ്റുന്നു. അവൻ്റെ പരീക്ഷണങ്ങളെ അള്ളാഹു താല തട്ടിമാറ്റുന്നു. അവൻ്റെ കടങ്ങളെ അള്ളാഹു താല മാറ്റിക്കൊടുക്കുന്നു. ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ മുഴുവൻ രോഗങ്ങൾക്കും ശിഫാ പ്രദാനം ചെയ്യുന്നു. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പ്രതിഫലമാണ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയൊന്ന് പരിശോധിക്കാം. തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾക്ക് സന്തോഷമുണ്ടാകും. ഇനി പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ പതിവായി തഹജ്ജുദ് നിസ്കരിക്കുന്ന